മാഡം, ഈ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ മാഡത്തിന് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. മാഡം പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. അല്ല, എന്തെങ്കിലും സത്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇനി വേറെന്തായിരിക്കും? എന്താ വൈഫിന്റെ പേരായിരിക്കോ? ഭാഗ്യ. ഭാഗ്യ. ഇതുമല്ലേ പാസ്വേഡ്? നീ എന്തായിരിക്കും? വേണ്ട, വെറുതെ ഓരോ പാസ്വേഡ് അടിച്ച സിസ്റ്റം ലോക്കാവും. എന്തായിരിക്കും? അങ്കിളിന് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? അങ്കിളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പ്രൊഫഷനാ. അങ്കിൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ? അപ്പോ ഹോസ്പിറ്റലിന്റെ പേരായിരിക്കോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാംബശിവ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. യെസ്. എന്റെയും തൃശ്ശൂരിന്റെയും ബ്ലഡ് റിപ്പോർട്ടോ? ഇതെന്താ ഫാമിലിയുടെ മൊത്തം ഉണ്ടല്ലോ. ഇതെന്താ വേറൊരു ഫോൾഡർ? ദിഗ്വിജയന്റെ മകൻ ത്രിവിക്രമല്ല, തൃശ്ശൂർ. നന്ദീശന്റെ മകൻ ത്രിവിക്രം. ഇതാണ് ഞാൻ പറയാന്ന് പറഞ്ഞ രഹസ്യം. പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ഇതിലുണ്ട് എന്ന് പ്രിയ സുഹൃത്ത് സാംബശിവൻ. ആ, മുതലാളി വിളിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് വരാം. മുതലാളി. നന്ദീശ, നീ എവിടെയാ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തോ? ഇല്ല മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത. വേഗം നന്ദീശ, എന്താ നീ ഇങ്ങനെ ലേറ്റ് ആക്കുന്നേ? മുതലാളി, എന്റെ മോൻ തൃശ്ശൂര്. നോക്ക് നന്ദീശ, ഈ കാര്യം വളരെ അർജന്റാ. നീ വേഗം പോയി നോക്ക്. ആയിക്കോട്ടെ മുതലാളി. തൃശ്ശൂർ, കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട, ഈ അവസ്ഥയൊക്കെ മാറിയിട്ട് ജ്യൂസ് കുടിക്കാം. ഒരു അർജന്റ് കേസ് ഉണ്ടോ മോനെ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി അച്ഛാ. അങ്കിൾ, സമാധാനമായിട്ട് ജോലിയൊക്കെ തീർത്തിട്ട് വന്നാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മാഡോടെ ഉള്ളതാ എന്റെ ഒരു ധൈര്യം, ഒന്ന് ശ്രദ്ധിച്ചോളണേ. കുഴപ്പമില്ല അങ്കിൾ, ഒരു ടെൻഷനും വേണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്താ അച്ഛാ? ഈ ജന്മരഹസ്യം അറിയുന്നത് ഡോക്ടർക്ക് മാത്രം. ആ ഡോക്ടർ അന്നേ തീർത്താന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. എന്തായാലും അങ്കിള് ഭയങ്കര ബ്രില്യന്റാ. ഈ സീക്രട്ടൊക്കെ സിസ്റ്റത്തിൽ മാത്രം വെക്കാതെ തന്റെ പ്രിയ സുഹൃത്തിന് എത്തിക്കാനുള്ള കാര്യങ്ങൾ വരെ ചെയ്തിരിക്കുക. എനിക്കൊരൽപ്പം പാളിപ്പോയിരുന്നെങ്കിൽ എല്ലാം തകർന്നേനെ. സിസ്റ്റത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഇതില്. ഇതിനി ആരുടെ കയ്യിലും കിട്ടാൻ പാടില്ല. ഇതെല്ലാം ഇപ്പൊ തന്നെ നശിപ്പിച്ചളഞ്ഞേക്കാം.
കൊച്ചുമുതലാളി എന്താ ഇവിടെ? ഡോക്ടർ സാംബശിവന്റെ ക്യാബിനിൽ എന്താ മുതലാളിക്ക് കാര്യം? എന്തെങ്കിലും തിരഞ്ഞോണ്ടിരിക്കുകയാണോ? എന്താ കൊച്ചുമുതലാളി? അത് ഡാഡി ഫോൺ ചെയ്തിരുന്നു. സാംബശിവൻ അങ്കിളുടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, അത് നോക്കാൻ വേണ്ടി അങ്കിളിന് വിടുന്നു പറഞ്ഞു. എന്റെ എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചപ്പോ ഡാഡി വേണ്ടെന്നാ പറഞ്ഞു. അത് കേട്ടപ്പോ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല, അതൊന്ന് നോക്കാൻ വേണ്ടി വന്ന. ഓ, അതാണോ കാര്യം? അതേതായാലും നന്നായി. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ കൊച്ചുമുതലാളി? ഇവിടെ ഒന്നുമില്ല അങ്കിൾ. ക്യാബിനിൽ മൊത്തം ഞാൻ തെരഞ്ഞതാ. പിന്നെ അങ്കിളെ ഇവിടെ സിസ്റ്റം പോലും ഇല്ല. ഞാൻ വന്നപ്പോ വാതിലൊക്കെ തുറന്നു കിടക്കായിരുന്നു. മോസ്റ്റ്ലി നമുക്ക് മുമ്പ് ആരോ ഇവിടെ വന്നിട്ടുണ്ട്. വാതിൽ തുറന്നെടുക്കായിരുന്നു? അതെ അങ്കിൾ. ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? മുതലാളി വിളിക്കുന്നേ. അങ്കിളെ നടന്ന കാര്യങ്ങളൊക്കെ ഡാഡിയോട് പറ. ഹലോ. നന്ദീശ, അവന്റെ ക്യാബിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും കിട്ടിയോ? ഇല്ല മുതലാളി, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെന്നോ? ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ആരോ കയറി തെരഞ്ഞെന്ന് തോന്നുന്നു. എന്റെ ഒപ്പം കൊച്ചുമുതലാളിയുണ്ട്. ആളും നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. ത്രിവിക്രമൻ അങ്ങോട്ട് വന്നോ? അവനെന്താ അവിടെ കാര്യം? അല്ല മുതലാളി, മുതലാളി ആ കാര്യം പറഞ്ഞ പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് നോക്കാൻ വന്നതാ. നന്ദീശ, നീ അങ്ങോട്ട് പോകുന്ന കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല മുതലാളി, നമ്മൾ രണ്ടുപേരെ കൂടാതെ പിന്നെ കൊച്ചു മുതലാളിക്ക് മാത്രമേ അറിയൂ. വേറെ ആർക്കും അറിയില്ല. ശരി, നീ എത്രയും വേഗം തിരിച്ചിങ്ങി പോരെ. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. ലീവ് ലീവ് ലീവ്. ശരി മുതലാളി. അങ്കിളെ ഡാഡി എന്താ പറഞ്ഞേ? നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തിരിച്ചെല്ലാനാണ് എന്നോട് പറഞ്ഞത്. ആണോ? എന്നാ അങ്കിൾ പൊക്കോ. അല്ല കൊച്ചു മുതലാളി, തൃശ്ശൂൽ. അങ്കിളെ തൃശ്ശൂരിൽ ഞാൻ സേഫ് ആയിട്ട് കൊണ്ടുവന്നോളാം. അങ്കിൾ പൊയ്ക്കോ. ശരി, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സാംബശിവൻ അങ്കിൾ ഡാഡിയെ അറിയിക്കാനിരുന്ന എന്റെ ജന്മരഹസ്യങ്ങളൊക്കെ എന്റെ കൈ തന്നെ സേഫ് ആയിട്ടുണ്ട്. ഒരു തെളിവ് പോലും ഇനി ബാക്കിയുണ്ടാവില്ല. താങ്ക് യു നന്ദീശൻ അങ്കിൾ. ഓ സോറി. എന്റെ ഒറിജിനൽ അച്ഛാ. താങ്ക് യു സോ മച്ച്. ഈ സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട്. വേറൊരാളും അറിയാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട. ത്രിവിക്രം, ഇതെവിടെ പോയത്?
സോറി, ഞാൻ സിഗരറ്റ്. ത്രിവിക്രം, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ നിന്ന് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? തൃശ്ശൂരിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ആ ടെൻഷനില് ഞാനൊരു സിഗരറ്റ് അറിയാതെ വലിച്ചു പോയതാ. അതുകൊണ്ട് ശിവാനി സോറി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ശരി, ആയിക്കോട്ടെ. തൃശ്ശൂരെ നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം. ബാ. ഐ എം റിയലി സോറി തൃശ്ശൂർ. അയ്യോ, അതൊന്നും സാരമില്ല ബോസ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബോസിന്റെ അടുത്ത് സോറി പറയേണ്ട കാര്യം എന്താ? ബോസിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ബട്ട് തൃശ്ശൂരിൽ എന്റെ പൊന്നു ബോസേ, സുന്ദരിയപ്പോ വന്നായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇല്ലായിരുന്നെങ്കിൽ ബോസ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ദാറ്റ്സ് ട്രൂ. ആ സുന്ദരി പ്രാവ് അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ പ്രാവിന് എന്റെ കൈ കിട്ടിയ. അതിനെന്തിനാ ഇങ്ങനെ ചൂടാവുന്ന ബോസ്? അതിന് മനുഷ്യന്റെ അത്രയും ബുദ്ധിയൊന്നുമില്ലല്ലോ. അറിയാണ്ട് വന്നതല്ലേ വിട്ടേക്കുന്നേ. അതിന് വല്ലതും അറിയോ? പാവം മിണ്ടാപ്രാണി. ആ പ്രാവ് നിന്നെ മാത്രമല്ല എന്നെ സഹായിച്ചു. ആ പ്രാവ് എതിരെ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലും പോകാൻ പറ്റില്ല. എന്റെ ജന്മരഹസ്യം ഡാഡി അന്വേഷിക്കുന്നത് എനിക്ക് അറിയാനും പറ്റില്ലായിരുന്നു. ശിവാനി മാഡം, താങ്ക് യു. വെറുതെ ഞാൻ കാരണം ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നില്ലേ? ഇപ്പോ മാഡവും ബോസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. എന്നോടല്ല, ദൈവത്തോടാ ശരിക്കും നന്ദി പറയണ്ടേ. നിന്നെ അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ആ ഈശ്വരനല്ലേ? അതെ അതെ, ചെയ്തതെല്ലാം നല്ലത് തന്നെയാ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പറയാതിരിക്കുന്ന മോശമല്ലേ? പറയൂ, ആരുടെ പേരിലാണ് പൂജ കഴിക്കേണ്ടത്? തൃശൂൽ പിന്നെ ത്രിവിക്രം. അപ്പൊ രണ്ടുപേരുടെ നക്ഷത്രങ്ങൾ പറഞ്ഞോളൂ. കുംഭരാശി, തിരുവാതിര നക്ഷത്രം. നിങ്ങളുടെയോ? അവന്റെ അതേ രാശി നക്ഷത്രം. എന്റേത് ഇയാളുടെ എനിക്കറിയാലോ. ധനുരാശി മകൻ നക്ഷത്രമല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ടെന്നേ. നിന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. ശിവാനിയെ എനിക്ക് നഷ്ടാവരുത്. ഞാൻ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ എന്നെ കൊണ്ടാവില്ല. ഇപ്പൊ എന്റെ പ്രാണൻ രക്ഷിച്ചതുപോലെ തന്നെ എപ്പോഴും എന്റെ ജീവിതത്തിൽ കൂട്ടായവൾ വേണം. വിഘ്നേഷ, എനിക്ക് പണമുണ്ട്, സമ്പാദ്യമുണ്ട്. എനിക്ക് എന്റെ ശിവാനിയെ വേണം. അതിന് അങ്ങക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നേക്കാം. ശിവാനി എന്റേത് മാത്രമാണ്. നാളെ എന്താ മോളെ വിശേഷിച്ച്? ഒന്നുമില്ല തിരുമേനി, ദൈവത്തോട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ നടന്നോ. തിരുവേനി, നാളെ എന്താ വിശേഷം? അറിയില്ല നിങ്ങക്ക്? ആ കുട്ടിയുടെ പിറന്നാളല്ലേ നാളെ? താങ്ക്സ്. അപ്പൊ നാളെ ശിവാനിയുടെ ബർത്ത്ഡേ ആണ്. എന്താ സർപ്രൈസ് കൊടുക്ക? വെറും സർപ്രൈസ് അല്ല, അവളുടെ ലൈഫേ ചേഞ്ച് ആക്കി കൊടുക്കണ്ടേ? ചെയ്തോളാം. മുതലാളി, നമ്മളെ ആര് ഫോളോ ചെയ്യാനാ? നമുക്കാണെങ്കിൽ ശത്രുക്കളും ഇല്ല. എന്താ
നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല. ഉണ്ടായിരുന്നു നാഗറാണി. പക്ഷെ ഒരു പാമ്പ് നമ്മളെ ഫോളോ ചെയ്ത് എങ്ങനെയാ സീക്രട്ട് ഒക്കെ നശിപ്പിക്കാൻ പറ്റുക? ആ ഹാർഡ് ഡിസ്കിൽ ഒളിപ്പിച്ചിരിക്കുന്ന സീക്രട്ട് എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? എന്നുവെച്ചാ ശരിയാ കാര്യം പോട്ടെ. നീ ഇപ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സാംബശിവന്റെ ഫാമിലിയെ സേഫ് ആക്കണം. ഒരു കാര്യം ചെയ്യ്, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ശരി മുരളി, ഞാനിപ്പോ തന്നെ പറയാം. ആരായിരിക്കും നമ്മളെ ഫോളോ ചെയ്യുന്നത്? ആ സീക്രട്ട് എന്തായിരിക്കും? ആദിശേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും? സാംബശിവന് ആദിശേഷനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായി കാണും. നമ്മളെ ഫോളോ ചെയ്യുന്നത് ആദിശേഷനായിരിക്കും. കാര്യങ്ങളൊന്നും ചോദിക്കാന്ന് വെച്ചാ ഗുരുക്കളും ഇവിടെ ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? ശിവാനി, താനെന്താ ഡള്ളായിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അത് തൃശ്ശൂരിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതുകൊണ്ട് മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. സ്മോൾ ആക്സിഡന്റ്, അതൊക്കെ ശരിയായിക്കോളും. ശരിയാകുന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അതുവരെ അവൻ ഈ വേദന സഹിക്കണ്ടേ? അതോർക്കുമ്പോ പാവം തോന്നു. ത്രിവിക്രം, പ്ലീസ് ഇനിയെങ്കിലും ഈ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് നിർത്ത്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? നോ 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 നോ. ചെറുതോ വലുതോ സംഭവിച്ചത് തന്നെയല്ലേ. എനിക്കെന്തോ നീ ഫയറിംഗ് പ്രാക്ടീസ് ചെയ്തതിനോട് താല്പര്യമില്ല. ബാക്കിയല്ല നിന്റെ ഇഷ്ടം. ശരി, തനിക്ക് വേണ്ടി ഞാൻ പ്രാക്ടീസ് ഒക്കെ നിർത്താം. ഹാപ്പി അല്ലേ? താങ്ക് യു. പ്രസാദം എടുക്കാം മാഡം. താങ്ക് യു. ബോസിന്റെ കാർ റിപ്പയറിംഗ് കഥകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഈ അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല. ബോസ് കുറച്ച് പ്രസാദം കഴിക്കും. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? ഇതൊക്കെ തരാൻ നീ ആരാടാ? നീ അമ്പലത്തിലെ പ്രസാദം എനിക്ക് തരാൻ മാത്രമായോ? നീ എന്റെ ജോലിക്കാരൻ മാത്രം എന്നുള്ള കാര്യം മറക്കണ്ട. നിന്റെ ലെവൽ എന്താ, എന്റെ ലെവൽ എന്താ നിനക്ക് അറിയില്ലടാ. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നീ പ്രസാദം എനിക്ക് തന്നല്ലേ? ഇതെന്താ കൊച്ചു മുതലാളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ വേറെ, ബോസ് വേറെ എന്നൊക്കെ ആയോ? നമ്മള് ഇതുപോലെ മുൻപും കഴിച്ചിട്ടുള്ളതല്ലേ ബോസ്? അതൊക്കെ പണ്ട്. നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടപ്പോ നീ എന്റെ തലേ കയറി. ത്രിവിക്രം, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശിവാനി, തനിക്കൊന്നും അറിയില്ല. താൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട. നീ ആരാ, നിന്റെ യോഗ്യത എന്താന്ന് ആദ്യം പഠിക്കും. നീയൊക്കെ വെറും ലോ ലെവലാ, സംസാരം കേട്ട ഹൈ ലെവല്. സോറി കൊച്ചു മുതലാളി, എന്നോടൊന്ന് ക്ഷമിക്ക്. എന്റെ ലെവൽ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. തൃശ്ശൂർ, ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന കേക്ക്. തൃശ്ശൂർ മാഡം, എന്റെ ലെവലിനോട് ചേർന്ന ഒരാളുടെ കൂടെ ഞാൻ ഇരുന്നോളാം. ഇതെന്റെ ലെവലല്ലല്ലോ. തൃശ്ശൂർ, തൃശൂൽ, അമ്മേ, കൈ കഴുകിയിട്ട് വേഗം വാ. അമ്മ ഊണെടുത്തു വെക്കാം. അയ്യോ തൃശൂൽ, എന്താണ് ഇത് കയ്യില് കാണിച്ചേ? ഇത്ര വലിയൊരു കെട്ടോ? എന്റെ ഈശ്വര, ഇതെന്ത് പറ്റിയതാടാ? അത് പിന്നെ അമ്മേ, അത്